നിഷാൻ, എന്തോ? രാമായണ മാസം തുടങ്ങിയാലോ? രാമായണ കഥകളുടെ ആള് നിഷാനാണല്ലോ. അതെല്ലോ. എങ്കിൽ ശ്രീരാമന്റെ കഥ ഒന്ന് പറഞ്ഞു തുടങ്ങൂ. യെസ്, നമുക്ക് ശ്രീരാമന്റെ കഥയിൽ നിന്ന് തന്നെ പറഞ്ഞു തുടങ്ങാം. ഈ ശ്രീരാമൻ എന്ന് വെച്ചാൽ ആരാ? മഹാവിഷ്ണു. ഈ ശ്രീരാമൻ എങ്ങനെയാ മഹാവിഷ്ണു എങ്ങനെയാ ശ്രീരാമനായ? മഹാവിഷ്ണു എങ്ങനെയാ ശ്രീരാമനായ? എങ്ങനെയാ? അതിനു പിന്നിൽ വളരെ രസകരമായ ഒരു കഥയുണ്ട്. ഓക്കെ. പണ്ട് അംബരീഷൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സദസ്സിലോട്ട് രണ്ട് മുനിമാർ വന്നു, പർവ്വതമുനിയും നാരദമുനിയും. അദ്ദേഹത്തെ സന്ദർശിക്കാൻ വന്ന രണ്ട് മുനിമാരെ സൽക്കരിക്കാനായി അംബരീഷ രാജാവും അദ്ദേഹത്തിന്റെ മകൾ ശ്രീമതിയും കൂടെ കുറെ സൽക്കാരങ്ങൾ നടത്തി. അപ്പൊ ഈ ശ്രീമതിയെ കണ്ടപ്പോ തന്നെ രണ്ട് മുനിമാർക്കും ഒരുപാട് ഇഷ്ടമായി. നല്ല സുന്ദരിയായിരുന്നു ശ്രീമതി. അപ്പൊ രണ്ടുപേർക്കും ഈ ശ്രീമതിയെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നായി. രണ്ടുപേർക്കും. പക്ഷെ ഇവര് തമ്മിൽ അത് പറഞ്ഞില്ല. അപ്പോ ഇവർക്ക് ഞങ്ങൾക്ക് മനസ്സിലായി ഇവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ്, പക്ഷെ തമ്മിൽ പറഞ്ഞില്ല. ഇവർക്ക് തമ്മിൽ തിരിച്ചറിയത്തില്ല. അപ്പോ ഒരു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നാരദമുനി രാജാവിന്റെ അടുത്തോട്ടെത്തി. രാജാവേ, നിങ്ങളുടെ മോൾ അതിസുന്ദരിയാണ്, എനിക്ക് അവളെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. രാജാവ് പറഞ്ഞു, ഞാൻ ആലോചിക്കാം. കുറച്ചു നേരത്തിനുള്ളിൽ അവിടെ എത്തി. രാജാവി, അങ്ങയുടെ മകൾ ലോകത്തിനേക്കാൾ സുന്ദരിയാണ്, അതീവ സുന്ദരിയാണ്, എനിക്ക് അവളെ വിവാഹം കഴിച്ചാൽ എനിക്കല്ലോ ചോദിച്ചേ. രാജാവിന് ധർമ്മസങ്കടമായി. ഈ രണ്ട് മുനിമാരെയും രാജാവിന് ഒരുപാട് ബഹുമാനമുള്ളതാണ്. ഇപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും മോളെ വേണം, പക്ഷെ ആ ഒരു മോളേ ഉള്ളൂ. ഇവർക്ക് രണ്ടുപേർക്കും ഈ മോളെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഇപ്പൊ രാജാവ് ഒരു ആശയം കണ്ടുപിടിച്ചു. നമുക്കൊരു സ്വയംവരം നടത്താം. സ്വയംവരം എന്താണെന്നറിയാലോ? ഈ സ്വയംവരത്തിൽ നിങ്ങൾ രണ്ടുപേരും വരണം. ഇതിൽ ശ്രീമതിക്ക് ആരെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അവരുടെ കഴുത്തിൽ മാലയിടും. അപ്പോ ഇതാണ് നമ്മുടെ സ്വയംവരത്തിന്റെ ബേസിക് റൂൾസ്. ഈ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് നാരദമുനി നേരെ ചെന്നത് വൈകുണ്ഠത്തിലോട്ടാണ്. വൈകുണ്ഠം എന്ന് വെച്ചാൽ നമ്മുടെ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ വീട്, അതാണ് വൈകുണ്ഠം. അപ്പോ അദ്ദേഹത്തിന്റെ അടുത്ത് എത്തിയ ശേഷം നാരദമുനി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു, അദ്ദേഹത്തിന്റെ ആഗ്രഹം എല്ലാം പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, എനിക്ക് പർവ്വതമുനിയെ തോൽപ്പിക്കണം, അതിനായി താങ്കൾ ഒരു ആവശ്യം എനിക്ക് വേണ്ടി ചെയ്യണം. മഹാവിഷ്ണു പറഞ്ഞു, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? നാരദമുനി ആവശ്യം പറഞ്ഞു, പർവ്വതമുനിയുടെ മുഖം ശ്രീമതിക്ക് കാണുമ്പോൾ ഒരു വാമനനെ പോലെ ഇരിക്കണം. വാമനൻ എന്ന് വെച്ചാൽ കൊരങ്ങൻ. വാനരനല്ലേ അത്? വാനരൻ. വാമനൻ വേറെ, മഹാബലിയുടെ കഥ വേറെ കഥ. ഇത് വാനരൻ. സോറി, കുരങ്ങനെ പോലെ. കുരങ്ങൻ, ഒരു കുരങ്ങിനെ പോലെ ഇരിക്കണം. സ്വയംവരത്തിന് വരുമ്പോ പർവ്വതമുനി ഒരു കുരങ്ങിനെ പോലെ ഇരിക്കണം. അപ്പോ ഇതാണ് നാരദമുനിയുടെ ആവശ്യം. മഹാവിഷ്ണു പറഞ്ഞു, യുവർ വിഷ് ഇസ് മൈ കമാൻഡ്. അപ്പോ അങ്ങയുടെ ആഗ്രഹം ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. എന്നിട്ട് നാരദമുനി തിരിച്ചുപോയി. അപ്പൊ ഇതെല്ലാം എപ്പോഴും തന്നെ പർവ്വതമുനി ഓർച്ച ചെയ്തു തന്നു. എന്നിട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇതേ സെയിം ആവശ്യം. നാരദമുനിയുടെ മുഖം സ്വയംവരത്തിന് ഒരു കുരങ്ങന്റെ മുഖം പോലെ ഇരിക്കണം. അപ്പൊ മഹാവിഷ്ണു പറഞ്ഞു, ഇത് ഞാൻ തന്നെ സെറ്റാക്കി തരാം. സ്വയംവരത്തിന്റെ സമയമായി. പർവ്വതമുനി നാരദമുനിയുടെ മുഖം കുരങ്ങന്മാർ. കഥ അങ്ങനെയല്ല. അവർ ചെന്നു ഇരുന്നു നോക്കുമ്പോൾ പർവ്വതമുനിയുടെയും നാരദമുനിയുടെയും മുഖം കുരങ്ങന്മാരാണ്. ഞാൻ ബാക്കി കഥ പറയാം. അപ്പോഴാണ് മഹാവിഷ്ണു ആ ചടങ്ങിലുണ്ട്. ശ്രീമതി കടന്നു വരുന്നു. നോക്കുമ്പോ അവിടെ താലിയും പിടിച്ചു നിൽക്കുന്ന രണ്ടുപേര് കുരങ്ങന്മാർ. എന്ത് ചെയ്യണമെന്നറിയാതെ ധർമ്മസങ്കടത്തിൽ നിൽക്കുന്ന ശ്രീമതി ഓടിച്ചെന്ന് താലിയിടുന്നത് മഹാവിഷ്ണു. അങ്ങനെയല്ല കഥ. നോക്കുമ്പോ രണ്ടുപേരെ നോക്കുമ്പോ രണ്ട് കുരങ്ങന്മാർ. മഹാവിഷ്ണു പറഞ്ഞു, അല്ല രാജാവ് ആ കുഴപ്പത്തില്ല, ഇത് രണ്ട് കുരങ്ങന്മാരാണല്ലോ. അപ്പൊ അച്ഛനോട് പറഞ്ഞു, ഇത് രണ്ട് കുരങ്ങന്മാരാണ്, ഞാൻ ഇവരെ ഇങ്ങനെ കല്യാണം കഴിക്കും. നോക്കുമ്പോൾ അപ്പുറത്ത് സുമുഖനും സുന്ദരനും സ്വർണ്ണ നിറവുമുള്ള ഒരു വ്യക്തി. അദ്ദേഹത്തിനെ കണ്ടപ്പോ തന്നെ ശ്രീമതിക്ക് വളരെ ഇഷ്ടമായി. നേരെ പോയി അദ്ദേഹത്തിനെ താലിയിട്ടു. അദ്ദേഹമാണ് സാക്ഷാൽ മഹാവിഷ്ണു. ഡിഫറൻസ് ഉണ്ട്. അവസാനം എന്തായി? ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് മഹാവിഷ്ണുവിന്റെ അടുത്തേക്ക് വൈകുണ്ഠത്തിലേക്ക് ഈ രണ്ട് മുനിമാരും ചെന്നു. നിങ്ങൾ എന്നെ വഞ്ചിക്കുകയായിരുന്നു, ഭഗവാൻ എന്നെ വഞ്ചിക്കുകയായിരുന്നു. ഞങ്ങൾ പറഞ്ഞ ആവശ്യം നടത്തി തന്നുമില്ല, ശ്രീമതിയെ വിവാഹം കഴിക്കുകയും ചെയ്തു. അപ്പൊ മഹാവിഷ്ണു പറഞ്ഞു, നിങ്ങളുടെ ആഗ്രഹം മാത്രം എനിക്ക് നടത്തിയാൽ പോരല്ലോ, ശ്രീമതി കുറെ നാളായി എന്റെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്.
അപ്പോ അവരുടെ കൂടെ ആഗ്രഹം ഞാനങ്ങ് സാധിച്ചു കൊടുത്തു. അത്രയേ ഇവിടെ നടന്നിട്ടുള്ളൂ. എന്തായാലും ഇത്രയൊക്കെ ചെയ്താണല്ലോ. മഹാവിഷ്ണുവിന് ഒരു ശാപം കൊടുക്കാൻ രണ്ടുപേരും കൂടെ തീരുമാനിച്ചു. ഇനി താങ്കൾ മഹാവിഷ്ണു ഒരു മനുഷ്യനായി ജനിക്കും. അടുത്ത ജന്മത്തിൽ ആ, അത് ദശരഥന്റെ മകനായ രാമനായി. അപ്പുറത്തോ അപ്പുറത്ത് ജനകന്റെ മകളായി ശ്രീമതി എന്ന സീതയായി ജനിക്കുകയും ചെയ്യും. അവര് വിവാഹം കഴിക്കും, വനവാസത്തിന് പോകും, രാവണൻ ഇവരെ തട്ടിക്കൊണ്ടു പോകുന്നുള്ള ശാപം കൊടുക്കുന്നു. ഇത് ഞാൻ വേറൊരു രീതി കുഴപ്പമില്ല, താല്പര്യമില്ല, എനിക്ക് വയ്യ. ഇതല്ല ഇങ്ങനെ ഒരു ശാപം ലഭിച്ചു. അപ്പൊ മഹാവിഷ്ണുവിന് മാസ ഡയലോഗ് അങ്ങോട്ട് ഇറക്കി. താങ്കളുടെ ശാപം എനിക്കൊരു സമ്മാനം മാത്രമാണ്. ശാപം തന്നതിന് നന്ദി. ഇത് കഴിഞ്ഞാണ് നമ്മുടെ രാമായണം ഉണ്ടായത്. മഹാവിഷ്ണു രാമനാകുന്നു, ശ്രീമതി സീതയാകുന്നു. അപ്പൊ രാവണൻ ശരിക്കും അങ്ങനെ ഒരാളുണ്ട്. ഈ രാവണൻ തന്നെയാണ് മറ്റേ രാവണൻ. ഓക്കെ, ഈ കഥയ്ക്ക് ഒരു ഗുണപാഠം കൂടെ ഉണ്ട്, പറഞ്ഞേക്കാം. മറ്റുള്ളവരെ നശിപ്പിച്ചിട്ടല്ല നമ്മളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നത്, അത് നമ്മുടെ തന്നെ നഷ്ടത്തിലോട്ട് എത്തിക്കും. അപ്പോ ഒരു ഗുണപാഠമുള്ള കഥയിലൂടെ തന്നെ ഈ രാമായണ മാസം നമുക്ക് തുടങ്ങാം. ഈ ഒറ്റ കഥ മാത്രമല്ല, ഒരുപാട് വ്യത്യസ്തകരമായ കഥകളുമായി ഞങ്ങൾ മിഠായി പൊതി വീണ്ടും വരുന്നതായിരിക്കും. നിശാന്റെ രാമായണം, ചിക്കിടീസ് രാമായണം. ചിക്കിടീസ് രാമായണം. പുതിയ വീഡിയോ വീണ്ടും വരാം. ബൈ.